കഴിഞ്ഞ ദിവസം ഒരു സ്കൂൾ വിദ്യാർത്ഥി അവന് വുളു എടുക്കുമ്പോൾ തല തടയുന്നൊരു കോലം. ഇപ്പോൾ ഉള്ള കുട്ടികൾക്കൊക്കെ ഒരുപാട് മുടികളുണ്ടാകും. പഴയ പോലെ ഒന്നല്ല. മുമ്പൊക്കെ എന്ന് പറഞ്ഞാൽ തലമുടി കുറഞ്ഞതേ ഉണ്ടാവും. ഇപ്പം അങ്ങനെയല്ല. ചിലപ്പോൾ ആണേതാ പെണ്ണേതാന്ന് തിരിച്ചറിയാൻ കഴിയില്ല. അക്കോലത്തിലായിരിക്കും മുടി. ഏതായാലും ഇവൻ വുളു എടുക്കുമ്പോൾ തല ഇങ്ങോട്ടിങ്ങനെ തൂക്കിയിട്ടിട്ടുണ്ട്. എന്നിട്ടിങ്ങനെ തൂങ്ങുന്ന മുടിയിൽ ആ ഹൗദിലൊന്ന് തട്ടിയിട്ട് 2 തട്ടിങ്ങ് തട്ടി. അവൻ്റെ വുളു കഴിഞ്ഞു. അതായത് തല തടവൽ കഴിഞ്ഞു. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം തലയാണോ അതോ മുടിയാണോ തടയേണ്ടത്? നമ്മളൊക്കെ പഠിച്ച തല തടവുക എന്നാണ്. പക്ഷേ പല വിദ്യാർത്ഥികളും ഇപ്പോൾ ചെയ്യുന്ന പണി അവർ മുടി ഇങ്ങനെ ഒന്ന് തട്ടിയിട്ട് വുളു തീർക്കുന്ന പരിപാടിയാണ്. അതല്ല വേണ്ടത്. ഈ തലയിലെ മുടി തലയിൽ നിൽക്കുന്ന, തലയുടെ അതിർത്തിയിൽ നിൽക്കുന്ന സമയത്താണ് മുടിയിൽ തടവൽ അനുവദനീയമാകുന്നത്, അല്ലേ? സാധാരണ നമ്മൾ മുടി മുളക്കുന്നത് മുതൽ ഈ തലയുടെ പിൻഭാഗം ഇതുവരെയുള്ള സ്ഥലമാണ് തലയായിട്ട് പരിഗണിക്കുന്നത്. നമ്മുടെ തലയിലുള്ള മുടി ആ തലയിലുള്ള സമയം അതിൻ്റെ മേലെ തടഞ്ഞാൽ മതി. അതല്ല, അത് ഇങ്ങോട്ടിങ്ങനെ താഴ്ത്തിയിട്ടു. ഇപ്പോൾ പുതിയ കുട്ടികളുടെയൊക്കെ സ്റ്റൈൽ അങ്ങനെയാണല്ലോ. ഇങ്ങോട്ട് താഴ്ത്തിയിട്ട് കഴിഞ്ഞാൽ ഈ തലയുടെ അതിർത്തി വിട്ടിട്ട് ഈ നെറ്റിയിലേക്ക് ഇങ്ങനെ തൂങ്ങി നിൽക്കുമ്പോൾ ഇവിടെ എവിടെയെങ്കിലും ആ മുടി തടഞ്ഞാൽ പറ്റൂല. ഈ മുടി തന്നെ തലയുടെ അതിർത്തി ഇങ്ങോട്ട് മേലോട്ടാണെങ്കിൽ അതിൻ്റെ മേലെ തടഞ്ഞാൽ മതി. അപ്പോൾ ഈ ഒരു മസ്അല നമ്മൾ ശ്രദ്ധിക്കണം. ഇപ്പോൾ വരുന്ന കുട്ടികളൊക്കെ ന്യൂ ജനറേഷനാണ്. എങ്ങനെയെങ്കിലൊക്കെ ഒന്ന് വുളു എടുത്തിട്ട് അങ്ങോട്ട് ഓടിപ്പോകുന്നൊരു പതിവാണ് കാണുന്നത്. അപ്പോൾ ഏതായാലും മുടിയല്ല, തലയാണ് തടവേണ്ടത്. അത് തന്നെ തല മുഴുവനായിട്ട് തടവൽ പ്രത്യേക സുന്നത്തുണ്ട്. വളരെ സുന്നത്താണ്. തല മുഴുവനായിട്ട് തടവണം. പിന്നെ ഒരുപാട് മുടിയുള്ള ആളുകളാണെങ്കിൽ പിറകിലോട്ട് പോയ പോലെ തന്നെ മുൻപിലോട്ട് ഇങ്ങോട്ട് തിരിച്ചു കൊണ്ടുവരലും പ്രത്യേകം സുന്നത്താണ്. മുടി കുറവുള്ള ആളുകളാണെങ്കിൽ ഒരു പ്രാവശ്യം പിറകിലോട്ട് അങ്ങ് കൊണ്ടുപോയാൽ മതി. അതിൽ തന്നെ അവനക്ക് പരിപൂർണ സുന്നത്ത് കിട്ടും. ഏതായാലും തല തടവുന്നവർ ശ്രദ്ധിക്കുക. എവിടെയെങ്കിലൊക്കെ തൊട്ട് തലോടിയിട്ട് ഓടുന്ന അവസ്ഥ വേണ്ട. നമ്മുടെ വുളു സ്വഹീഹാകുകയില്ല. വുളു സ്വഹീഹായിട്ടില്ല എങ്കിൽ നിസ്കാരവും സ്വഹീഹാകൂല. ശ്രദ്ധിക്കുക. മഅസ്സലാം. അസ്സലാമു അലൈക്കും.